നമസ്കാരം. സീക്രട്ട് എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എസ് എൻ സ്വാമി രചനയും സംവിധാനവും നിർവഹിച്ച് ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ നമുക്ക് ഫെമിലിയറായ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ചേർന്ന് അഭിനയിച്ച് വന്ന സിനിമ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. കഥ എന്ന് പറയുന്നത് ധ്യാനും അവർ 4-5 പേരടങ്ങുന്ന ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലൊരാളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇവർ തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു കൂട്ടുകാരൻ്റെ നിർബന്ധപ്രകാരം ഒരു നാഡി ജ്യോത്സ്യനെ കാണാനായിട്ട് കയറുന്നു. ധ്യാനം വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ കൂട്ടുകാരൻ നിർബന്ധിച്ചുകൊണ്ട് പുള്ളിക്കാരൻ കയറുന്നു. അങ്ങനെ കൂട്ടുകാരൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറേ ഏകദേശം ശരിയാണ്. അങ്ങനെ അവൻ നിർബന്ധിച്ചിട്ട് ധ്യാനിൻ്റെ അങ്ങോട്ട് കാണിക്കുന്നു. ധ്യാനിൻ്റെ കാണുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറയുന്നു, ഈ ആൾക്ക് മംഗല്യയോഗമില്ല എന്ന് പറയുന്നു. അപ്പോൾ കൂടുതലൊക്കെ പറഞ്ഞ് അടുത്ത ആഴ്ച ഇയാളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്, പിന്നെ കല്യാണ യോഗമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവാന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അത് നാഡീ ജ്യോത്സ്യം കള്ളം പറയില്ല, ഇതിൽ കാണുന്ന കാര്യം ഞാൻ പറയുന്നത്, വേറൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് പറയും. അങ്ങനെ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ, ഞാൻ വേണമെങ്കിൽ നോക്കാം, ആ കുട്ടിക്ക് യോഗം ഉണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ കൊടുക്കുമ്പോഴത്തേക്കും പുള്ളി ഷോക്കാവാണ്. പുള്ളി പറയുകയാണ്, ഈ കുട്ടിക്ക് ആയുസ് കുറവാണ്, മരണപ്പെടാനുള്ള യോഗമാണുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സീനാവുന്നു. ഇതിനെ തുടർന്ന് കൂട്ടുകാരൊക്കെ ചോദിക്കും, ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവിടെയാണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനിന് മംഗല്യയോഗവും ഇല്ല, ധ്യാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് ആയുസ്സും ഇല്ല. ഇതാണ് പ്രശ്നം. തുടർന്നുണ്ടാകുന്ന മാനസിക സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. മൊത്തത്തിൽ സിനിമ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ബിലോ ആവറേജ് മൂവി അങ്ങനെ ഫീൽ ചെയ്തുള്ളൂ. ഇത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എൻ സ്വാമി അദ്ദേഹം ഒരു കാലത്തെ പുലിയാണ്, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൊണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സബ്ജക്റ്റ് ഓക്കെ, ആ ഒരു എടുത്ത തീമും അതിന് അവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷനും ഒക്കെ രസമുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ എഴുതി ഫലിപ്പിച്ച് പ്രസൻറ്റ് ചെയ്ത് നമ്മൾ മുമ്പിലേക്ക് കൊണ്ടുവരണമല്ലോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അവിടെ പാളിപ്പോയി എന്നുള്ളതാണ് വസ്തുത. അല്ലെങ്കിൽ അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ് വസ്തുത. ഇതൊരു തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സീരിയൽ കാണുന്ന ഫീലൊക്കെ തോന്നുന്നത്. ഈവൻ ഇന്നത്തെ കാലത്ത് ഉത്സവവേദിയിൽ കാണുന്ന പല നാടകങ്ങൾ പോലും ഇതിനെക്കാട്ടി അടിപൊളി സ്ക്രീൻ പ്ലേ ഉണ്ടാവും. നമ്മൾ ഞെട്ടിക്കുന്ന സ്ക്രീൻ പ്ലേയിലൊക്കെയാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം എന്നാലും ഈ കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റൂ. അപ്പോൾ അത്തരം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് വളരെ പഴയ ശൈലിയിൽ ഒരു സിനിമ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാനേ പറ്റില്ല, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് സിനിമ കാണുമ്പം മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത്. എന്തൊക്കെയോ കുറേ സീനുകൾ ഇങ്ങനെ അടുക്കി പോകുന്നുണ്ട്. ഒരു സീനിൻ്റെ കണ്ടിന്യൂറ്റി മിസ്സാവുന്നതാണോ, അല്ലെങ്കിൽ കാര്യം പറയാൻ വേണ്ടി കുറേ സീൻസസ് മാത്രം ഇങ്ങനെ അടുക്കി പോയതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അഭിനയിച്ച ആൾക്കാർക്കൊക്കെ ഈ സ്ക്രിപ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ധ്യാനിൻ്റെ പേരായിട്ടൊരു കുട്ടിയെ കാണിക്കുന്നുണ്ട്, പുതുമുഖ നടിയാണ്. ഒരു പുതിയ നടിയുടേതായ എല്ലാ സ്റ്റാർട്ടിംഗ് ട്രബിളും നമുക്ക് അവരുടെ പെർഫോമൻസിൽ കാണാൻ കഴിയും. പിന്നെ ഒരു നായിക എന്ന് പറയാനുള്ള ആ ഒരു സംതിങ് അവർക്ക് മിസ്സിങ് ആണ്. എല്ലാ സിനിമകളിലും ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വരുന്നത് സാധാരണ നമ്മൾ കാണുന്ന ആരാണ്? അനൂപ് മേനോനെയാണ്. ഈ സിനിമയിൽ അനൂപ് മേനോന് പകരം വരുന്നത് ഡയറക്ടർ രഞ്ജിത്താണ്. അദ്ദേഹത്തിൻ്റെ കുറേ ക്ലാസ് എടുപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് രഞ്ജി പണിക്കർ വരുന്നുണ്ട് സിനിമയ്ക്കകത്ത്. അദ്ദേഹം വന്ന് അഫ്കോഴ്സ് അദ്ദേഹത്തിന് എഴുതി കൊടുത്ത കാര്യം അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ഡയലോഗൊക്കെ നിങ്ങൾ കേൾക്കണം. രോമാഞ്ചിഫിക്കേഷൻ വരുന്ന ഡയലോഗാണ് ശ്രീ എസ് എൻ സ്വാമി ഉദ്ദേശിച്ചത്. പക്ഷേ നല്ല ഒന്നാന്തരം ചിരിയാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. മുൻപ് ഞാൻ ഇന്ത്യൻ 2 പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ത്യൻ 2 ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ മറ്റോ OTT വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ട്രോൾ മഴ പെയ്യാൻ പോവുകയാണ്. അതുപോലെ കുറേ ട്രോൾ കിട്ടാനുള്ള സാധനങ്ങളൊക്കെ സീൻസസൊക്കെ ഇതിനകത്ത് അവിടെ ഇവിടെയായിട്ടൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഒരു ബിലോ ആവറേജ് മൂവി, ഒരു സീരിയൽ കണ്ട ഫീലൊക്കെ എനിക്ക് കിട്ടിയുള്ളൂ. വേറൊന്നും പറയാനില്ല. അടുത്തുള്ള തിയേറ്ററിൽ സിനിമയുണ്ട്, നിങ്ങൾ കാണുക, നിങ്ങൾ വിലയിരുത്തുക. താങ്ക് യു.